ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ ആ ഒരു സൈറ്റിൽ തന്നെ ഉള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കുന്നത്. വിഷൻ, മിഷൻ, ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കിതിൽ നോക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വിമൺ ആൻഡ് ചൈൽഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2017. അപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ November 24, 2017 ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഫങ്ഷനിങ് തുടങ്ങിയിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? holistic, physical, psychological, cognitive and emotional development of women and children. അപ്പോൾ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വിമൺ ആൻഡ് ചിൽഡ്രൻ എന്ന് പറയാം. അല്ലെന്നുണ്ടെങ്കിൽ എന്താണ്, ഫിസിക്കൽ, സൈക്കോളജിക്കൽ, കോഗ്നേറ്റീവ് ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഓഫ് വിമൺ ആൻഡ് ചിൽഡ്രനെ വേണ്ടിയിട്ടുള്ളതാണ്. ജെൻഡർ സെൻസിറ്റീവ് ഫാമിലി, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി പ്രോഗ്രാം ആൻഡ് പോളിസി ഫോർ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് വിമൺ ആൻഡ് ചിൽഡ്രൻ. അതിനുവേണ്ടി വന്നിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് എന്തെന്ന് പറയുന്നത്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വിമൺ ആൻഡ് ചൈൽഡ് എന്ന് പറയുന്നത്. ഇത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ബൈഫർക്കേറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ 2017 സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ബൈഫർക്കേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് എന്തെന്ന് പറയുന്നത്, വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ് വന്നിട്ടുള്ളത്, 9th September 1975 സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ടുള്ളത്. The Department of Women and Child Development provides policy guidance, designs targeted programs and projects for women and children, strengthens capacity development for gender and child rights, mainstreaming, coordinates, monitors and evaluates effective service delivery for all the empowerment of women and children. അപ്പോൾ ഇതിലെല്ലാം ഫോക്കസ് ചെയ്യുന്ന എന്താണ്, കുട്ടികളുടെയും സ്ത്രീകളുടെയും എംപവർമെൻറ്റിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. വിവിധ തരത്തിലുള്ള പോളിസി ഗൈഡൻസുകൾ, അതുപോലെ തന്നെ പ്രോഗ്രാംസുകൾ കൊണ്ടുവരുന്നു, വിവിധ തരത്തിലുള്ള പ്രോജക്റ്റുകൾ കൊണ്ടുവരുന്നു. എല്ലാം തന്നെ എന്ത് ലക്ഷ്യമിട്ടുകൊണ്ടാണ്, സ്ത്രീകളുടെയും അതുപോലെ കുട്ടികളുടെയും ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ വിഷനായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ആൻ ഇൻക്ലൂസീവ് സ്റ്റേറ്റ് വെയർ ഓൾ വിമൺ ആർ സോഷ്യലി, പൊളിറ്റിക്കലി ആൻഡ് ഇക്കണോമിക്കലി എംപവേർഡ് and all children are protected, nurtured and encouraged to realize their full potential as well as participate appropriately in decisions that affect them. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവന്നതിലൂടെ എന്താണ് സാധ്യമാകേണ്ടത്, ഒരു ഇൻക്ലൂസീവ് സ്റ്റേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അവിടെ എങ്ങനെയായിരിക്കണം, കുട്ടികളും അതുപോലെ തന്നെ സ്ത്രീകളും എംപവേർഡ് ആയിരിക്കണം, ചിൽഡ്രനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കണം, അവരെ നർച്ചർ ചെയ്തിരിക്കണം, അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഫുൾ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാനായിട്ടുള്ള എൻകറേജ്മെൻറ്റ് അവർക്ക് നൽകുക, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് അതിനു വേണ്ടി എടുക്കുക, സ്ത്രീകളെ സോഷ്യലി, പൊളിറ്റിക്കലി, ഇക്കണോമിക്കലി ഒക്കെ എംപവേർഡ് ആക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ വിഷൻ എന്ന് പറയുന്നത്. Then about mission, empowering women and children through policies, programs and projects that are interdepartmental synergies, build strong partnerships and take a results-based approach so that women and children enjoy their rights and live with dignity and without violence. അപ്പം മെയിനായിട്ട് മിഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ രണ്ട് വിഭാഗക്കാരെയും, കൂടുതലായി ഈ രണ്ട് വിഭാഗക്കാരെയും എന്ത് ചെയ്യുക, എംപവർ ചെയ്യുക. ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് തന്നെ അങ്ങനെയാണല്ലോ, വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നല്ലേ പറയുന്നത്. ഇനി നമുക്ക് മെയിനായിട്ട് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് ചിലപ്പം ചോദിക്കാം, ഒന്ന് പഠിച്ചു വച്ചേക്കും. എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് വയലൻസ് എഗെയിൻസ്റ്റ് വിമൺ ആൻഡ് ചിൽഡ്രൻ, ഇതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. അപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് ആവാം, അതുപോലെ തന്നെ കുട്ടികൾ നേരിടുന്ന വയലൻസുകളാകാം. അപ്പോൾ ഇതെല്ലാം തന്നെ എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനുള്ളത്. എംപവർമെൻറ്റ് ഓഫ് വിമൺ ആൻഡ് ചിൽഡ്രൻ ത്രൂ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ലോസ് എയിംഡ് ടു സ്ട്രെങ്തൻ ആൻഡ് പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് വിമൺ ആൻഡ് ചിൽഡ്രൻ. അപ്പോൾ ഇത്തരത്തിലുള്ള എംപവർമെൻറ്റ് ഇവരിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്താണ്, ലോസ് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള ലോസിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുക, അതുപോലെ തന്നെ എന്താണ്, എഫക്റ്റീവായിട്ടുള്ള ജെൻഡർ റൈറ്റുകളും ചൈൽഡ് റൈറ്റുകളും കൊണ്ടുവരിക. ഓക്കെ, എഫക്റ്റീവ് ജെൻഡർ റൈറ്റ്സ് ആൻഡ് ചൈൽഡ് റൈറ്റ്സ്, മെയിൻ സ്ട്രീമിങ് ഇൻ all activities of the department and strengthen capacity of other departments to the same. അപ്പം എന്ത് ചെയ്യുക, ഡിപ്പാർട്ട്മെൻറ്റിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ജെൻഡർ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അതുപോലെ ചൈൽഡ് റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റികളെല്ലാം ഡിപ്പാർട്ട്മെൻറ്റിലും ചെയ്യുക, അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലോട്ട് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യുക. കോർഡിനേഷൻ, പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റൽ ജെൻഡർ ആക്ഷൻ പ്ലാൻസ് so as to ensure cozy planning, tapping synergies and ensuring a result-based approach.
effective counseling for adolescent children on reproductive health and sex education, women and children in short stay homes, commercial sex workers, HIV or AIDS positive women and other deserted, destitute and marginalized women and children from vulnerable groups. അപ്പോൾ കോർഡിനേഷനിലൂടെ അതുപോലെ തന്നെ ഒരു പ്ലാനിങ്ങിലൂടെ പിന്നെ വിവിധ തരത്തിലുള്ള ജെൻഡർ ആക്ഷൻ പ്ലാനുകൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെയൊക്കെ എന്താണ് ഇവർക്ക് ഒരു കൊഹസീവ് പ്ലാനിങ് അതുപോലെ തന്നെ ഒരു റിസൾട്ട് ബേസ്ഡ് അപ്രോച്ച് ഇവർക്ക് കിട്ടുന്നു. അപ്പം കോർഡിനേഷൻ ചെയ്യുക, അതുപോലെ തന്നെ പ്ലാനിങ്ങുകൾ കൊണ്ടുവരിക, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആക്ഷൻ പ്ലാനുകളെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു. ഇത് കൂടാതെ നമ്മൾ എന്താണ് അടുത്തത് പറഞ്ഞത്, എഫക്റ്റീവായിട്ടുള്ള കൗൺസിലിംഗ് നൽകുക. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആൻഡ് സെക്സ് എഡ്യൂക്കേഷൻ, അത് അഡോളസെൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് അല്ലെ ടീനേജേഴ്സിനൊക്കെ എന്ത് കൊടുക്കുക? റീപ്രൊഡക്റ്റീവ് ഹെൽത്തും സെക്സ് എഡ്യൂക്കേഷനും നൽകുക. അതുപോലെ തന്നെ കുട്ടികൾക്കും വനിതകൾക്കും ഷോർട്ട് സ്റ്റേ ഹോംസ്, അതുപോലെ കൊമേഴ്ഷ്യൽ സെക്സ് വർക്കേഴ്സിൻ്റെ പ്രോബ്ലംസ് ഡീൽ ചെയ്യുക, HIV അല്ലെങ്കിൽ AIDS പോസിറ്റീവ് ആയിട്ടുള്ള സ്ത്രീകൾക്ക്, അതുപോലെ ഡെസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള അഗതികൾക്ക്, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും, അതായത് വൾണറബിൾ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് വേണ്ടി എന്ത് ചെയ്യുക? എഫക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യുക. ഇതൊക്കെയാണ് ചെയ്യുന്നത്. സ്ട്രെങ്തൻ ത്രൂ അഡ്വോക്കസി ഹെൽത്ത് education to girls, women in grassroots level on personal hygiene, balanced nutrition, environmental cleaning, adopting to self-managed drainage, toilets, girl women friendly sanitation facilities and violence against women or girls. അപ്പം വിവിധ തരത്തിലുള്ള കൗൺസിലിങ്ങും അതുപോലെ തന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ, അവരുടേതായ പേഴ്സണൽ ഹൈജീൻ, ബാലൻസ് ന്യൂട്രീഷൻ, അതുപോലെ തന്നെ ടോയ്ലറ്റ്സ്, ഗേൾ വിമൻ ഫ്രണ്ട്ലി സാനിറ്റേഷൻ ഫെസിലിറ്റീസ്, പിന്നെ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വയലൻസ്, ഈ കാര്യങ്ങളെല്ലാം ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലാണ് വരുന്നത്. ഇൻഫോം, എഡ്യൂക്കേറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് പർട്ടിക്കുലർലി അറ്റ് ദ ഗ്രാസ് റൂട്ട് ലെവൽ ടു ചേഞ്ച് മൈൻഡ് സെറ്റ്സ് ആൻഡ് സ്റ്റീരിയോടൈപ്സ് ആൻഡ് റീഡിഫൈൻ ജെൻഡർ റോൾസ് ബോത്ത് അറ്റ് ഹോം ആൻഡ് ഇൻ ദ പബ്ലിക് സ്പേസസ് ആസ് വെൽ ആസ് റേസ് അവയർനെസ് ഓഫ് ചൈൽഡ് റൈറ്റ്സ്. അപ്പം ഇൻഫോം ചെയ്യുക, അതുപോലെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ വീടുകളിൽ നിന്നും തന്നെ ജെൻഡർ റോൾസിനെ റീഡിഫൈൻ ചെയ്യാനും പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് വിവിധ തരത്തിലുള്ള കൗൺസിലിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെമിനാർസ് പോലുള്ള കാര്യങ്ങളോ ഒക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്റ്റീരിയോ ടൈപ്പ് അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റുകളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ സൊസൈറ്റിയിൽ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ തുടക്കം എവിടെ നിന്നാണ്? ഹോമിൽ നിന്നുമാണ്. പല ജെൻഡർ റോൾസും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്താണ്? വീടുകളിൽ നിന്ന് തന്നെയാണല്ലേ. അപ്പോൾ അവിടെ നിന്ന് തന്നെ ആദ്യം റീഡിഫൈനിങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുവിധം പബ്ലിക്കിൽ പിന്നും അതിനെ എന്ത് ചെയ്യാൻ പറ്റും? എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ചൈൽഡ് റൈറ്റ്സിൻ്റെ അവയർനെസ് റൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. സ്ട്രെങ്തൻ കപ്പാസിറ്റി ആൻഡ് ലൈവ്ലിഹുഡ്സ് ഫോർ മാർജിനലൈസ്ഡ് ആൻഡ് ഇക്കണോമിക്കലി ആൻഡ് സോഷ്യലി മാർജിനലൈസ്ഡ് വിമൻ. അപ്പോൾ മാർജിനലൈസ്ഡ് ആയിട്ടുള്ളവർ, അതുപോലെ എക്കണോമിക്കലിയും സോഷ്യലിയും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾ, അവരുടെ എന്താണ് അവരുടെ കപ്പാസിറ്റി സ്ട്രെങ്തൻ ചെയ്യാൻ, ലൈവ്ലിഹുഡ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. സപ്പോർട്ട് ആക്ഷൻ റിസർച്ച് ഡയറക്ട്ലി കോൺട്രിബ്യൂട്ടിംഗ് ടു വിമൻസ് മൊബിലിറ്റി, കപ്പാസിറ്റി ബിൽഡിംഗ്, ലീഡർഷിപ്പ് സ്കിൽസ്, ഓൺട്രപ്രണർഷിപ്പ്, എംപവർമെൻറ്റ്, പാർട്ടിസിപ്പേഷൻ ആൻഡ് അതർ ഇഷ്യൂസ് റിലേറ്റഡ് ടു പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ. അപ്പോൾ ഒരു ആക്ഷൻ റിസർച്ചാണ് ഉദ്ദേശിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? വിമൻ്റെ കപ്പാസിറ്റി ബിൽഡിങ്ങിനും അവരുടെ ഒരു ലീഡർഷിപ്പ് സ്കിൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റിലേറ്റഡ് ഇഷ്യൂസ് അതിന് വേണ്ടിയിട്ടും, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു ആക്ഷൻ റിസർച്ച് എന്ത് ചെയ്യുക? ഡിഫൈൻ ചെയ്യുക. ഇമ്പാർട്ട് എ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് സോഷ്യൽ കോൺഷ്യസ്നെസ് എമംഗ് ദി വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ പ്രിസർവിംഗ് ദ എൻവയോൺമെൻറ്റ് ആൻഡ് അതർ റിസോഴ്സ് ബൈ കൺസൾട്ടിങ് ആൻഡ് ഇൻവോൾവിങ് വിമൺ ആൻഡ് ചിൽഡ്രൻ. പിന്നെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും സോഷ്യൽ കോൺഷ്യസ്നെസ്സും കൂടി ഇമ്പാർട്ട് ചെയ്യുന്നതും ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ വരുന്നുണ്ട്. അതായത് എൻവയോൺമെൻറ്റ് പ്രിസർവിങ് ആൻഡ് റിസോഴ്സസ് എങ്ങനെയാണ്? ബൈ കൺസൾട്ടിങ് ആൻഡ് ഇൻവോൾവിങ് വിമൺ ആൻഡ് ചിൽഡ്രൻ. കുറച്ചുകൂടി വിമണിനെയും ചിൽഡ്രനെയും ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് എൻവയോൺമെൻറ്റ് പ്രിസർവേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് സോഷ്യൽ കോൺഷ്യസ്നെസ് കൊണ്ടുവരാനും ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഫങ്ഷൻസ് പറയുന്നത്
ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഏകദേശം അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഫങ്ഷൻസിലും വരുന്നത്. മെയിനായിട്ട് എന്ത് ചെയ്യുക, വിമനെയും ചിൽഡ്രനെയും പ്രൊട്ടക്റ്റ് ചെയ്യുക. അത് സെക്ഷൽ അബ്യൂസിൽ നിന്നും ആകാം, വയലൻസുകളിൽ നിന്നും ആകാം, ട്രാഫിക്കിൽ നിന്നും ആകാം. അതാണ് ജനറലി പറയുന്നത്. പിന്നെ ഓവേഴ്സി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സോഷ്യൽ ലെജിസ്ലേഷൻസ്, ദെൻ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ ദ എംപവർമെൻറ്റ് ഓഫ് വിമൺ ആൻഡ് ചിൽഡ്രൻ. നമ്മൾ പറഞ്ഞല്ലേ, സോഷ്യൽ ലെജിസ്ലേഷൻസ് അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ, പോളിസികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയാണ്? വിമൺ ആൻഡ് ചിൽഡ്രൻ്റെ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട്. കപ്പാസിറ്റി ബിൽഡിംഗ് ഓഫ് ദ ലൈൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ജെൻഡർ ആക്ഷൻ പ്ലാൻ. നമ്മൾ പറഞ്ഞല്ലേ, എന്ത് ചെയ്യുക, കോർഡിനേഷനിലൂടെയും ഒരു പ്ലാനിങ്ങിലൂടെയും ഇംപ്ലിമെൻറ്റേഷനിലൂടെയും ജെൻഡർ ആക്ഷൻ പ്ലാനുകൾ കൊണ്ടുവരിക. Then coordination and monitoring of gender action plans of line department, improve the nutritional and health status of children in the age group of 0 to 6 years and lay the foundation for their പ്രോപ്പർ സൈക്കോളജിക്കൽ, ഫിസിക്കൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഒരു ന്യൂട്രീഷണൽ അല്ലെങ്കിൽ ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് കുട്ടികൾ അല്ലെ, ചിൽഡ്രൻ, അത് ഇംപ്രൂവ് ചെയ്യുക. 0 to 6 years വരെയുള്ള കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. Institutionalize essential service and strengthen structures for emergency outreach, institutional care, family and community-based care, counseling and support services of children in need of care and protection, and children in conflict with law. അപ്പം കുട്ടികൾക്ക് എന്ത് ചെയ്യുക, ഒരു കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട്, അത് പ്രൊവൈഡ് ചെയ്യുക. കമ്മ്യൂണിറ്റി ബേസ്ഡ് കെയർ അല്ലെങ്കിൽ ഫാമിലി കെയർ, ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ, ഒരു കൗൺസിലിംഗ് സർവീസ്, ഇതെല്ലാം കുട്ടികൾക്കും വനിതകൾക്കും പ്രൊവൈഡ് ചെയ്യുക. Strengthen child protection at family and community level. Create and promote preventive measures to protect children from situations of vulnerability, risk and abuse. അപ്പോൾ കുട്ടികളെ കൂടുതൽ വൾണറബിൾ ആകുന്ന സിറ്റുവേഷൻസിൽ നിന്നും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക, റിസ്കി ആയിട്ടുള്ള കണ്ടീഷൻസിൽ നിന്ന് മാറ്റുക, അബ്യൂസിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ദെൻ പ്രൊവൈഡ് ഫോർ എഫക്റ്റീവ് പ്രൊട്ടക്ഷൻ ഓഫ് വിമൺ അഗെയിൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ്. അപ്പം ഇത് പഠിക്കുമ്പോൾ നമ്മൾ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പഠിക്കുക, അതെന്നാണ് നിലവിൽ വന്നത് അല്ലെങ്കിൽ അതെന്നാണ് പാർലമെൻറ്റ് പാസ്സാക്കിയത് തുടങ്ങിയിട്ടുള്ള വർഷങ്ങളൊക്കെ പഠിക്കുക. എന്താണ് ഡൊമസ്റ്റിക് വയലൻസ്, നമ്മുടെ എങ്ങനെ ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്നത് മാത്രമാണോ ഡൊമസ്റ്റിക് വയലൻസ്, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ആ ഒരു വീഡിയോ പോയി കാണുക. ടേക്ക് stringent ആക്ഷൻ ടു എലിമിനേറ്റ് ചൈൽഡ് മാരേജ് റിലേറ്റഡ് വീഡിയോസും നമ്മൾ ഇട്ടിട്ടുണ്ട്. ടേക്ക് ലീഗൽ ആക്ഷൻ ഗിവിങ് ഓർ ടേക്കിംഗ് ഡൗറി. അപ്പോൾ ഡൗറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഈ വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നുണ്ട്. പിന്നെ കുറേയധികം പദ്ധതികളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ, പൊൻവാക്ക് പോലുള്ള പദ്ധതികൾ. അതൊക്കെ ശൈശവ വിവാഹം, ചൈൽഡ് മാരേജ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ്. കളക്ഷൻ ഓഫ് ജെൻഡർ ഡിസ്അഗ്രിഗേറ്റഡ് ഡേറ്റ. പിന്നെന്താ പറയുന്നത്, പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം സെക്ഷൽ ഹരാസ്മെൻറ്റ് അറ്റ് ദ പ്ലേസ് ഓഫ് വർക്ക്. അതിനും പ്രത്യേകം ആക്ട് ഉണ്ട്, അതും നമ്മൾ പഠിക്കുന്നതാണ്. ദെൻ സെക്ഷൽ അബ്യൂസിൽ നിന്നും ട്രാഫിക്കിൽ നിന്നും എന്ത് ചെയ്യുക, വിമനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. കളക്ഷൻ ഓഫ് ജെൻഡർ ഡിസ്അഗ്രിഗേറ്റഡ് ഡേറ്റ, ഡിസൈൻ പ്രോഗ്രാംസ് ആൻഡ് പ്രോജക്ട്സ് ഫോർ ഇൻക്രീസിങ് പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൺ ഇൻ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ സ്പിയേഴ്സ്. ഇത്രയുമാണ് ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വച്ചേക്കുക, എല്ലാം കാണാതെ പഠിക്കാനല്ല, പക്ഷേ ഇതൊന്ന് മനസ്സിലാക്കി വച്ചേക്കണം നമ്മൾ.